അമ്യൂസ്മെന്റ് പാർക്കുകളിൽ അവധിക്കാലം ചെലവിടാൻ താൽപ്പര്യമുള്ളവരാണ് നാം. എല്ലാ പ്രായത്തിലുള്ളവർക്കും വിനോദത്തിനും ആസ്വാദനത്തിനും ഉതകുന്ന തരത്തിലാണ് ഓരോ അമ്യൂസ്മെന്റ് പാർക്കുകളുടെയും നിർമ്മാണം. റൈഡുകൾ, ഗെയിമുകൾ, മറ്റു വിനോദ ഇവന്റുകൾ ഇവ കൊണ്ടെല്ലാം സമ്പുഷ്ടമാണ് ഓരോ അമ്യൂസ്മെന്റ് പാർക്കുകളും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കായ ബാംഗ്ലൂരിലെ വണ്ടർല കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി സ്ഥാപിച്ചത് വിദേശ രാജ്യങ്ങളിലെ പാർക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. 2005 ആരംഭിച്ച വണ്ടർല 82 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 50-ൽ പരം റൈഡുകളുള്ള വലിയ അമ്യൂസ്മെന്റ് പാർക്കാണ്. എന്നാൽ 1846 വടക്കേ അമേരിക്കയിൽ ആരംഭിച്ച ലേക്ക് കോമ്പൗണ്ട് ആണ് ഏറ്റവും പഴക്കമേറിയതും നിലവിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക്. ലോകത്തിൽ ധാരാളം വലിയ അമ്യൂസ്മെന്റ് പാർക്കുകളുണ്ട്. അവയിൽ തന്നെ ഏറ്റവും വലിയ 10 എണ്ണം ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 10ാം സ്ഥാനം സിംഗപ്പൂരിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. സിംഗപ്പൂരിലെ സെന്റോസയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീം പാർക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. 2011 പാർക്ക് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ഓരോ വർഷവും ഏകദേശം 4 ദശലക്ഷം സന്ദർശകരുണ്ട്. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ജനങ്ങൾ സന്ദർശിക്കുന്ന തീം പാർക്കുകളിൽ ഒന്നാണിത്. 121 ഏക്കർ സ്ഥലത്താണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 9ാം സ്ഥാനം അമേരിക്കയിലെ സെഡാർ പോയിന്റ്. അമേരിക്കയിലെ ഒഹിയോയിൽ ഈറി തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ അമ്യൂസ്മെന്റ് പാർക്കാണ് സെഡാർ പോയിന്റ്. 1870 പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. ഇത് ലേക്ക് കോമ്പൗണ്ട് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്യൂസ്മെന്റ് പാർക്കായി കണക്കാക്കപ്പെടുന്നു. സ്റ്റീൽ വെഞ്ചിയൻസ്, മാവറിംഗ്, ടോപ്പ് ത്രിൽ ഡ്രാഗ്സ്റ്റർ എന്നിവയുൾപ്പെടെ നിരവധി റോളർ കോസ്റ്ററുകൾക്ക് പേര് കേട്ടതാണ് സെഡാർ പോയിന്റ്. 363 ഏക്കറിലാണ് സെഡാർ പോയിന്റ് വ്യാപിച്ചു കിടക്കുന്നത്. 8ാം സ്ഥാനം ജപ്പാനിലെ ടോക്കിയോ ഡിസ്നി റിസോർട്ട്. ജപ്പാനിലെ ടോക്കിയോയിൽ സ്ഥിതി ചെയ്യുന്ന പാർക്ക് ഒരു തീം പാർക്കും അവധിക്കാല റിസോർട്ടുമാണ്. വാൾട്ട് ഡിസ്നിയുമായി സഹകരിച്ച് ഓറിയന്റൽ ലാൻഡ് കമ്പനി നടത്തുന്ന ഒരു പ്രശസ്തമായ തീം പാർക്ക് ഡെസ്റ്റിനേഷനാണ് ടോക്കിയോ ഡിസ്നി റിസോർട്ട്. 1983 ഇതൊരു തീം പാർക്കായി തുറന്നു കൊടുക്കപ്പെട്ടത്. 2 തീം പാർക്കുകളായാണ് പ്രവർത്തനം. ടോക്കിയോ ഡിസ്നിലാൻഡ്, ടോക്കിയോ ഡിസ്നി സീ എന്നിവയാണവ. ടോക്കിയോ ഡിസ്നിലാൻഡ് കാലിഫോർണിയയിലെ യഥാർത്ഥ ഡിസ്നിലാൻഡ് പാർക്കിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഡിസ്നിയുടെ കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നു. ടോക്കിയോ ഡിസ്നി സീ ഒരു നോട്ടിക്കൽ തീം പാർക്കാണ്. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ തുടങ്ങിയ ജനപ്രിയ സിനിമകളെ അടിസ്ഥാനമാക്കിയുള്ള ആകർഷണങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. 617 ഏക്കറിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 7ാം സ്ഥാനം അമേരിക്കയിലെ യൂണിവേഴ്സൽ ഓർലാൻഡ് റിസോർട്ട്. ഫ്ലോറിഡയിലെ ഓർലാൻഡോയിലെ പ്രശസ്തമായ തീം പാർക്ക് ഡെസ്റ്റിനേഷനാണ് യൂണിവേഴ്സൽ ഓർലാൻഡ്. NBC യൂണിവേഴ്സൽ ആണ് ഇതിന്റെ നടത്തിപ്പ്. 2 തീം പാർക്കുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസും ഐലൻഡ് ഓഫ് അഡ്വഞ്ചറും. ഹാരി പോട്ടർ, ഡെസ്പിക്കബിൾ മീ തുടങ്ങിയ ജനപ്രിയ സിനിമകളുടെയും TV ഷോകളുടെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമ തീം പാർക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. മാർവൽ സിനിമാസ്, ജുറാസിക് പാർക്ക് തുടങ്ങിയ ജനപ്രിയ സിനിമകളെ അടിസ്ഥാനമാക്കിയുള്ള ത്രിൽ റൈഡുകൾ ഉൾക്കൊള്ളുന്ന ആക്ഷൻ ഓറിയന്റഡ് പാർക്കാണ് ഐലൻഡ് ഓഫ് അഡ്വഞ്ചർ. 686 ഏക്കറിലാണ് യൂണിവേഴ്സൽ ഓർലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 6ാം സ്ഥാനം UKയിലെ ആൾട്ടൺ ടവേഴ്സ്. ഇംഗ്ലണ്ടിലെ സ്റ്റാഫോർഡ്ഷയറിലെ സ്റ്റോക്ക്-ഓൺ-ട്രെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീം പാർക്കും റിസോർട്ടുമാണ് ആൾട്ടൺ ടവേഴ്സ്. മെർലിൻ എന്റർടൈൻമെന്റ്സിന്റെ ഉടമസ്ഥതയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. തീം പാർക്കിന് പുറമെ വാട്ടർ പാർക്ക്, സ്പാ, നിരവധി ഹോട്ടലുകൾ എന്നിവയും ഉണ്ടിവിടെ. വിനോദസഞ്ചാരത്തിനോ ചെറിയ ഇടവേളകൾക്കോ വേണ്ടിയുള്ള ജനപ്രിയ കേന്ദ്രമാണ് ആൾട്ടൺ ടവേഴ്സ്. 1860 ഓപ്പൺ ചെയ്ത പാർക്ക് 914 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5ാം സ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ഡിസ്നിലാൻഡ്. ചൈനയിലെ ഷാങ്ഹായിലെ പുഡോങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീം പാർക്കാണ് ഷാങ്ഹായ് ഡിസ്നിലാൻഡ്. വാൾട്ട് ഡിസ്നി കമ്പനിയുടെയും ഷാങ്ഹായ് സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണ് ഷാങ്ഹായ് ഡിസ്നിലാൻഡ്. തീം പാർക്കിന് പുറമെ ഡിസ്നി ടൗൺ എന്ന ഷോപ്പിംഗ് സെന്റർ, ബ്രോഡ്വേ സ്റ്റൈൽ തിയേറ്റർ, 2 ഓൺസൈറ്റ് ഹോട്ടലുകൾ എന്നിവയും ഉൾപ്പെടുന്നു. 2016 പ്രവർത്തനം ആരംഭിച്ച പാർക്ക് ഏകദേശം 963 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4ാം സ്ഥാനം അമേരിക്കയിലെ ഡിസ്നിലാൻഡ്. കാലിഫോർണിയയിലെ അനാഹൈമിലുള്ള ഒരു തീം പാർക്കാണ് ഡിസ്നിലാൻഡ്. 1955 പ്രവർത്തനം ആരംഭിച്ചതും വാൾട്ട് ഡിസ്നി കമ്പനിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ ഒരേയൊരു തീം പാർക്കായിരുന്നു ഇത്. ഡിസ്നിലാൻഡ് പാർക്ക്, ഡിസ്നിലാൻഡ് കാലിഫോർണിയ അഡ്വഞ്ചർ പാർക്ക് എന്നിങ്ങനെ 2 പ്രധാന മേഖലകളായി ഡിസ്നിലാൻഡ് വിഭജിച്ചിരിക്കുന്നു. പാർക്ക് ഡിസ്നിലാൻഡ് കഥാപാത്രങ്ങളുടെ ആകർഷക കേന്ദ്രങ്ങളാണ്. ഡിസ്നി കാലിഫോർണിയ കാലിഫോർണിയയുടെ സംസ്കാരവും ചരിത്രവും പ്രദർശിപ്പിക്കുന്നു. 2 പാർക്കുകളും ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് സന്ദർശിക്കാം. അവ രണ്ടും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ടും സന്ദർശിക്കുവാൻ സാധിക്കും. 3138 ഏക്കറിലാണ് ഡിസ്നിലാൻഡ് വ്യാപിച്ചു കിടക്കുന്നത്. 3ാം സ്ഥാനം ബ്രസീലിലെ ബീറ്റോ കരേരോ. ബ്രസീലിലെ സാന്താ കാറ്ററീനയിലെ പെൻഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീം പാർക്കും റിസോർട്ടുമാണ് ബീറ്റോ കരേരോ. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ തീം പാർക്കാണിത്. കൂടാതെ
ത്രിൽ റൈഡുകൾ, ലൈവ് ഷോകൾ, വാട്ടർ പാർക്ക്, മൃഗശാല എന്നിവയും ഉൾക്കൊള്ളുന്നു. ഇതിനു പുറമെ നിരവധി ഹോട്ടലുകളും ഷോപ്പിംഗ് സെന്ററുകളും ഇവിടെയുണ്ട്. 1991 പ്രവർത്തനം ആരംഭിച്ച പാർക്ക് ഏകദേശം 3335 ഏക്കർ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. രണ്ടാം സ്ഥാനം പാരീസിലെ ഡിസ്നിലാൻഡ്. ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന വാൾട്ട് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു തീം പാർക്കും റിസോർട്ടുമാണ് ഡിസ്നിലാൻഡ് പാരീസ്. പാർക്കിലെ ഏറ്റവും പ്രശസ്തമായ റൈഡുകളിൽ ചിലത് സ്പേസ് മൗണ്ടൻ, മിഷൻ 2, പൈറേറ്റ്സ് ഓഫ് കരീബിയൻ, ഫാൻറ്റം മാനർ എന്നിവയാണ്. തീം പാർക്കിന് പുറമെ ഷോപ്പിംഗ് മാളുകളും ഹോട്ടലുകളും ഗോൾഫ് കോഴ്സുകളും ഇവിടെ ഉൾപ്പെടുന്നു. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിച്ച തീം പാർക്കാണിത്. ഏകദേശം 5510 ഏക്കറിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം സ്ഥാനം അമേരിക്കയിലെ വാൾട്ട് ഡിസ്നി വേൾഡ് റിസോർട്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫ്ലോറിഡയിലെ ബേ തടാകത്തിനും ബ്യൂണെ വിസ്റ്റ തടാകത്തിലുമുള്ള ഒരു അവധിക്കാല കേന്ദ്രമാണ് വാൾട്ട് ഡിസ്നി വേൾഡ് റിസോർട്ട്. വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പാർക്കിൽ 4 തീം പാർക്കുകളും 2 വാട്ടർ പാർക്കുകളുമാണുള്ളത്. ഇവയിൽ മാജിക് കിങ്ഡം, ഹോളിവുഡ് സ്റ്റുഡിയോ, ആനിമൽ കിങ്ഡം എന്നിവയും ഉൾക്കൊള്ളുന്നു. 1971 പ്രവർത്തനം ആരംഭിച്ച പാർക്ക് ഏകദേശം 37,065 ഏക്കർ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ക്ലിക്ക് ദ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.